ഹായ് ഹലോ, ഓണമൊക്കെ അല്ലേ വരണേ. അപ്പോൾ നേന്ത്രക്കായ കൊണ്ട് വീട്ടിലെങ്ങനെയാണ് നമ്മൾ ചിപ്സ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാൻ 1.5 കിലോ നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. കായ എടുക്കുന്ന സമയത്ത് ഒരുപാട് പിഞ്ച് കായ എടുക്കരുത്, നല്ല മൂപ്പത്തിയ കായാണ് നമ്മളിതിനായിട്ട് എടുക്കേണ്ടത്. എന്നാൽ മഞ്ഞ നിറമായിട്ടുള്ള കായ എടുത്തുവെന്ന് വെച്ചാൽ ചിപ്സിന് ഒരു മധുര ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ട് നല്ലപോലെ മൂപ്പത്തിയ കായ നോക്കി നമ്മളിതിനായിട്ട് എടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മളിതിൻ്റെ തോടെല്ലാം പൊളിച്ചു മാറ്റണേ. ഈ പൊളിച്ചു മാറ്റിയ തോടുണ്ടല്ലോ, ഇത് കളയരുത്. ഇത് നമ്മൾ ചെറുപയറുണ്ടല്ലോ അതിൻ്റെ കൂടത്തിട്ടിട്ട് തോരൻ വെക്കുകയെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. വലിയ വില കൊടുത്ത് കടകളിൽ നിന്ന് ചിപ്സ് മേടിക്കുന്നതിനേക്കാളും നല്ലതാണ് നമ്മളെ വീട്ടിൽ ഇതുപോലെയൊക്കെ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ. ഇനി തൊലി കളഞ്ഞിട്ടുള്ള ഈ കായ ഉണ്ടല്ലോ, ഇത് നമുക്ക് വെള്ളത്തിലൊന്ന് ഇട്ടെടുക്കാനുണ്ട്. അതിനുവേണ്ടി വെള്ളത്തിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, കായയിലുള്ള കറ പോയി കിട്ടാൻ വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് ഒരു 10 മിനിറ്റ് നേരം നമുക്കിതൊന്ന് മുക്കി വയ്ക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് ഒന്ന് ചെത്തിയെടുക്കാനുണ്ട്. നമ്മൾ കത്തി വെച്ച് ചെത്തുകയാണെങ്കിൽ അങ്ങനെ, എല്ലാന്ന് വെച്ചാൽ ഇതുപോലുള്ള സ്ലൈസറിൽ വെച്ചിട്ട് നമുക്ക് ചെത്തിയെടുക്കാം. നല്ലപോലെ ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ കൈ പോയി കിട്ടും. കായ ചിപ്സ് ഉണ്ടാക്കുന്ന സമയത്ത് തീ കൂട്ടി വെച്ച് വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഒരിക്കലും ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യരുത്. ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഈ ഉപ്പ് നല്ലപോലെ ഒന്ന് അലിഞ്ഞു വരണേ. ഇനി ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറേശ്ശെയായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഇടുന്ന സമയത്ത് കയ്യിലോട്ട് നല്ലപോലെ ആവി കയറുന്നുണ്ട്. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. ഇത് പാതി മൂപ്പായി വരുന്ന സമയത്താണ് നമ്മളിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിൻ്റെ വെള്ളം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കേണ്ടതായിട്ട്. ഫസ്റ്റിൽ നമ്മളത് ഒഴിക്കാൻ പാടില്ല. ഉപ്പ് നീരൊഴിച്ച് കൊടുത്താൽ നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണേ. ചിപ്സിൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. കായ വറുക്കുന്നത് ശരിക്കും മൂപ്പത്തിയോ അറിയാനായിട്ട് നമ്മൾ ഈ എണ്ണയിൽ കാണുന്ന ഈ കുമിളകളുണ്ടല്ലോ ഇതെല്ലാം മാറിയിരിക്കും. ആ സമയത്താണ് കായ വറവ് ശരിക്കും മൂപ്പത്തി എന്നുള്ളത് നമ്മൾക്ക് അറിയുന്നത്. നമ്മൾ കായ വറുക്കുന്ന സമയത്ത് ചെത്തിയ കായ മുഴുവനായിട്ട് നമ്മളിതിൽ ഇടുന്നില്ലല്ലോ, 2-3 ബാച്ചായിട്ടാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഉപ്പ് വെള്ളം ചേർത്തുന്ന സമയത്ത് ആദ്യം ഒഴിച്ചതിൻ്റെ അത്ര ഒഴിക്കരുത്, 2-ാം വട്ടവും 3-ാം വട്ടവും ഒഴിക്കുമ്പോൾ. എന്താണെന്ന് വെച്ചാൽ ഈ എണ്ണയിൽ ഒരല്പം ഉപ്പ് ഉണ്ടാവുകയെ, അതുകൊണ്ട് കുറേശ്ശെ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി നോക്കിയതിന് ശേഷം. അങ്ങനെ നമ്മുടെ ചിപ്സ് എല്ലാം വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രം എയർ ടൈറ്റുള്ള പാത്രത്തിലാക്കി സൂക്ഷിച്ചു വെക്കാം. നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണേ. വീഡിയോ മുഴുവനായി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ.